ഇന്ന് നോമ്പ് എത്രയാണ്? 20. അപ്പോൾ 20 രാവുകൾ കഴിഞ്ഞു. ഇനി 21 പ്രവേശിക്കുകയാണ്. അപ്പോൾ വീണ്ടും നമ്മൾ ചേഞ്ച് ആവും. പിന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് വീണ്ടും ചേഞ്ച് ആവും. പിന്നെ നമ്മൾ തക്ബീറിൽ അവസാനിപ്പിക്കും. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അമലിൻ്റെ സ്വീകാര്യതയാണ്. നല്ലപോലെ ചിന്തിക്കണം. പറയുന്നതിൻ്റെ പകുതി മുറിച്ചെടുത്ത് നാട്ടിലെ ജനങ്ങളെ ഫിത്നയിലാക്കുന്ന ആളുകൾ റമളാനിൽ അള്ളാഹുവിനെ പേടിക്കണം. അത്രേ പറയാനുള്ളൂ. കാരണം അവരെ അമൽ മുഴുവനും വാരിക്കൂട്ടാനുള്ള അവസരം അല്ലെങ്കിൽ നാളെ എനിക്കുണ്ടാവും. പക്ഷെ അവരെ അമൽ പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. ഒരു കാര്യവും എഴുതാപ്പുറം വായിച്ച് കഷ്ണം മുറിച്ച് ജനങ്ങളെ ഫിത്നയിലാക്കരുത്. ചിന്തിക്കണം. നിങ്ങളും ചിന്തിക്കണം. നിങ്ങളോട് ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. ലാ ഇലാഹ ഇല്ല, ലാ ഇലാഹ എന്ന് കേട്ട് ഓടരുത്. ഇല്ലല്ലാ എന്ന് പറയാത്ത കാലത്തോളം പറഞ്ഞവൻ നിരീശ്വരവാദിയാണ്. ഒരാൾ ലാ ഇലാഹ എന്ന് പറഞ്ഞത് കേട്ട് നമ്മൾ ഓടിയാൽ അവൻ നിരീശ്വരവാദി. അവൻ എന്താ പറയുക? അയാൾ നിരീശ്വരവാദിയാണ്. ലാ ഇലാഹ എന്താ അതിൻ്റെ അർത്ഥം? ഒരു ദൈവവും ഇല്ല, അതതിൻ്റെ അർത്ഥം. അപ്പോൾ ലാ ഇലാഹ എന്ന് പറഞ്ഞത് നിരീശ്വരവാദം. ഇല്ലല്ലാഹു എന്നതാണ് തൗഹീദ്. അപ്പം നിങ്ങളും പകുതി ഉറങ്ങരുത്. തല കൊടുത്ത് ചിന്തിക്കണം. നോമ്പിലൂടെ അടിമ അടിയേക്ക് പോവും. അടിയേക്ക് പോവും. അവൻ്റെ അടിയോൻ കണ്ടെത്തും. അതാണ് നോമ്പിൻ്റെ അവസാനം. അല്ലാഹു അക്ബർ അല്ലാതെ അവസാനിക്കും. മേലക്ക് വരൂല. മേലക്ക് വന്നവൻ അള്ളാൻ്റെ അടിമയാവൂല. ഒന്നാമത്തെ 10 നമ്മൾ റഹ്മത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. രണ്ടാമത്തെ 10 നമ്മൾ മഗ്ഫിറത്തിലേക്ക് വന്നു. പുറത്തു തരണേന്നായി. അപ്പോൾ പുറത്തു തരണേ എന്നാവുമ്പോൾ ഈ കൂട്ടിലാണ്. ഈ ജയിലിലെത്തിയിട്ടില്ല. കൂട്ടിലാവുമ്പോഴാണല്ലോ മാപ്പാക്കണം. പുറത്തു തരണം, ജഡ്ജി വിട്ടുവീഴ്ച ചെയ്യണം എന്നൊക്കെ പറയൽ എപ്പോഴാണ്? കൂട്ടിൽ നിൽക്കുമ്പോഴാണ്. ഒന്നാമത്തെ 10 ജയിലിൽ കയറിയിട്ടില്ല, റഹ്മത്തിന് തേടി. പക്ഷേ രണ്ടാമത്തെ 10 എന്നെ കൂട്ടിലാക്കി. മൂന്നാമത്തെ 10 അപ്പോഴത്തേന് എന്നെ ജയിലിലിട്ടു. അപ്പോൾ ഇന്ന് രാത്രിയോടുകൂടെ ചോദിക്കുക, മോചിപ്പിച്ചു തരണേന്നാണ്. അപ്പോൾ അടിമ അടിക്കടിക്ക് പോവാം. മേലക്ക് പൊന്തൂല. അടിമ അടിക്കടിക്ക് പോവും. അടി കണ്ടെത്തലാണ് ഇബാദത്ത്. അഖ്സാ ഓയത്തിൽ അതിനാണ് ഇബാദത്ത് അറിയാം. മാനൽ ഇബാദ, ഇബാദത്തിൻ്റെ അർത്ഥം എന്താ? അഖ്സാ അടിയിലാകലിൻ്റെ അവസാനം. അഖ്സാ അറ്റം, ഗായ അറ്റത്തിൻ്റെ അറ്റം, അൽ ഖുദൂഅ് താഴ്മയും. എന്ത് കാണാനാ വന്ന രാവിലെ? തല തുറന്നിരിക്കേ. ഇബാദത്ത് പറഞ്ഞ എന്താ? സുജൂദ് കിടക്കലോ, തറാവി നിസ്കരിച്ച് പായലോ. എന്താണ് ചങ്ങായി ഇബാദത്ത്? ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അഖ്സ അറ്റം, അഖ്സ അങ്ങേയറ്റം, ഗായ അറ്റത്തിൻ്റെ അങ്ങേയറ്റം, അൽ ഖുദൂഅ് താഴ്മയുടെ, വത്തദല്ലുൽ നിസാരത്തരത്തിൻ്റെയും താഴ്മയുടെയും അറ്റത്തിൻ്റെ അങ്ങേറ്റം. അങ്ങനെ അതാണ് ഇബാദത്ത്. അവിടേക്ക് ജെത്തിയാൽ ജാരായി, അബ്ദായി. അപ്പം എനിക്ക് തക്ബീർ ചെയ്യില്ല. ഇജെൻ്റെ പടച്ചോനെ കണ്ടു. പടച്ചോനെ എവിടുന്നാ കാണുന്നത്? വസ്ജുദ് വഖ്തരി, വസ്ജുദ് വീണാളാ, വഖ്തരി എന്നിട്ട് അടുത്താളാ. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ അടുക്കൂല. ഇങ്ങനെ നിന്നു, പിന്നെ അങ്ങനെ നിന്നു, പിന്നെ വീണു.
വീണപ്പം എന്തായി? അടുത്തു. അടുക്കാവുന്ന പണിയാണ് എന്ത്? പറകുട്ടി സുജൂദ് എന്തിനുള്ള പണിയാണ്? അടുക്കാതിരിക്കാം. വീണമായിരിക്കാൻ കാട്ടി എന്തുണ്ടായില്ല? അക്സാവായത്തിൽ ഉണ്ടായി. അപ്പൊ ഹയ്യത്ത് ഉണ്ടായി. ഹയ്യത്ത് അല്ലാഹ്ക്ക് വേണ്ട. ഹയ്യത്ത് രൂപം അത് അല്ലാഹ്ക്ക് വേണ്ട. എൻ്റെ തടി അല്ലാഹ്ക്ക് വേണ്ട. ഇപ്പത്തര വലിയ 110 കിലോ ഉള്ള 110 കിലോ അത് അല്ലാഹ്ക്ക് വേണ്ട. അത് വീണു, അതും അല്ലാഹ്ക്ക് വേണ്ട. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും. കന്നൂട്ടുന്നവർക്ക് വരെ കാണാതിട്ടുന്ന ഹദീസല്ലേ അത്? എന്ത് വിചാരിച്ചങ്ങൾ രാവിലെയാണ് വന്നത്? എന്നെപ്പോ പൊതുവേ പറയുന്ന ആശയം, അയാൾ മുന്നിൽ നിൽക്കണോ ചീത്ത പറയടാ, സൗകര്യണേ ഒന്നാമത്. ഒന്നാമത്തെ ചീത്ത എനിക്ക് തന്നെയാണ്. എടാന്ന് വിളിച്ച ഇന്നെ തന്നെയാണ്. മനസ്സിലായോ? എൻ്റെ ഈ കടത്തൻ്റെ 110 കിലോ ഉണ്ട്. ഇജാണ് ആ തടി ആർക്ക് വേണ്ട? അതാ കൊലായില സുവരിക്കും. നിന്റെ ഒരു രൂപം അതും അല്ലാഹ്ക്ക് വേണ്ട. ഏതാണ് ആ രൂപം? യാ ഖിയാം, യാ റുകൂ, യാ സുജൂദ്. ഈ ഹദീസ് നമ്മൾ 5ാം ക്ലാസ് പഠിച്ചില്ലേ മദ്രസീന്ന്? ഇത് പഠിക്കാത്തൊരു കുട്ടിയാരെവിടെ ഉള്ളത്? ഇത് 5ാം ക്ലാസ് പഠിച്ചില്ലേ ഈ ഹദീസ്? ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും. നിങ്ങളെ തടിയും തൂക്കം ആർക്ക് കാണണ്ട? അല്ലാഹ്ക്ക് കാണണ്ട. വലാ ഇലാ സുവരിക്കും. നിങ്ങൾ ഉണ്ടാക്കി കൂട്ടുന്ന രൂപങ്ങൾ, ഖിയാമ്, റുകൂഅ്, ഖുഊദ്, സുജൂദ്, ഈ രൂപങ്ങൾ, ഇത് രൂപല്ലേ? ഖിയാമ രൂപാണ്, പിന്നെ റുകൂഅ് രൂപാണ്, ഖുഊദ് രൂപാണ്, സുജൂദ് രൂപാണ്. അതൊന്നും അല്ലാഹ്ക്ക് കാണണ്ട. വലാകിൻ യൻദുറു ഇലാ, നിങ്ങളെ കൽബിൽ എന്താ ഉള്ളത് അതേ അല്ലാഹ് കണ്ടുള്ളൂ. ഇതറിയാത്ത ഒരാളുണ്ടോ? ഈ ഹദീസ് അറിയാത്ത കുട്ടിയുണ്ടോ? ഇല്ല. അല്ലാഹ്ക്ക് നിങ്ങളെ തടിയും തൂക്കം കാണണ്ട. പിന്നെ നിങ്ങൾ ഉണ്ടാക്കി കൂട്ടുന്ന രൂപങ്ങളും അല്ലാഹ്ക്ക് കാണണ്ട. ഖിയാമ രൂപം, റുകൂഅ് രൂപം, സുജൂദ്, ഇതൊന്നും അല്ലാഹ്ക്ക് കാണണ്ട. വലാകിൻ യൻദുറു ഇലാ, എന്താ കൽബിലുണ്ടാണ്ട്? നിങ്ങൾ നിസ്കരിക്കുമ്പോൾ എന്താ കൽബിലുണ്ടാണ്ട്? നോമ്പ് വിളിക്കുമ്പോൾ എന്താ കൽബിലുണ്ടാണ്ട്? ഇതാണ് ഇബാദത്തിന്റെ അർത്ഥം. ഇതെല്ലാവരും പഠിച്ചാൽ ഇബാദത്തിന്റെ അർത്ഥം അതാണ്. ഓരോന്നിനും അർത്ഥം ഉണ്ടാവും. ഓരോന്നിനും ഒരു സ്ഥിരമായ സാങ്കേതിക വാക്കുണ്ടാവും. തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാമിൽ അവസാനിക്കുന്ന നിർദ്ദിഷ്ട വാക്കുകളുടെയും പ്രവൃത്തികളുടെയും സമാഹാരമാണ് എന്ത്? നിസ്കാരം. ഫജ്റോടുകൂടി തുടങ്ങി മനസ്സിലായില്ലേ? നഫ്സിനെയും ഹവയെയും വൈകുന്നേരം വരെ ഉറൂബ് വരെ നിയന്ത്രിക്കുന്ന ഒരു പ്രക്രിയയുടെ പേരാണ് എന്ത്? നോമ്പ്. ഇഹ്റാം ചെയ്ത് മിനായിൽ പോയി, അറഫയിൽ പോയി, മുസ്ദലിഫയിൽ പോയി, പിന്നെ ജംറയെ എറിഞ്ഞ് ഇഫാദത്തിന്റെ തവാഫും വിദാഇന്റെ തവാഫും ചെയ്യുന്ന ആ ഒരു കർമ്മങ്ങളുടെ കൂട്ടത്തിന്റെ സമാഹാരത്തിന്റെ പേരാണ് ഹജ്ജ്. ഇബാദത്ത് പറഞ്ഞ ഇബാദത്ത് എന്നാൽ അഖ്സാ ഗായത്തിൽ ഖുളൂഇ വത്തദല്ലുലി. തദല്ലുൽ നിസാരത്തരം, ഖുളൂഅ് താഴ്മയുടെയും നിസാരത്തരത്തിന്റെയും ഗായത്ത് അറ്റം, അഖ്സ അങ്ങേറ്റം. അപ്പോൾ എന്തായി അർത്ഥം? നിസാരത്തരത്തിന്റെയും താഴ്മയുടെയും അറ്റത്തിന്റെ അങ്ങേയറ്റത്തേക്ക് ജത്തിയപ്പ ആരായി ഇബാദത്ത് ചെയ്തു. ഇപ്പോഴും ഇങ്ങനെ തല തോന്നിച്ച ആളായി നടക്കാണ്. അപ്പൊ എന്തായി? നിസ്കാരക്കാരനാണ്. ആരല്ല? ആബിദല്ല. ഈ നോമ്പുകാരനാണ്, ആബിദല്ല. അപ്പൊ ഈ അടീക്കിറങ്ങണം, നിന്യനാണ്. അതിന് നമ്മൾ നോമ്പിന്റെ തുടക്കം മുതൽ നിന്യനാക്കി കൊണ്ടുവരാണ്. അല്ലാഹുമ്മർഹംനി യാ അർഹമർ റഹീമീൻ. പിന്നെ അല്ലാഹുമ്മഗ്ഫിർലി ദുനൂബി. ഇന്നത്തോടു കൂടെ നമ്മളിപ്പോൾ ജയിലിൽ കയറി. ഇന്നിപ്പോൾ മഗ്‌രിബോട് കൂടെ നമ്മൾ ജയിലിലാവും. ഇതുവരെ കൂട്ടിലേ ഉള്ളതിന്. മറ്റേ പോലീസ് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. എപ്പോ? ഒന്നാമത്തെ നോമ്പിന് അറസ്റ്റ് വാറണ്ടാ. അപ്പൊ അല്ലാഹുമ്മർഹംനീനെ അറിയുള്ളൂ.
മറ്റേത് പിടിച്ചിട്ട് എന്താക്കി കൂട്ടിലെത്തി. അപ്പൊ അല്ലാഹുമ്മ ഫ്രീ ദുനൂബിയായി. കൂട്ടിന് പിന്നെ നമ്മളെ എവിടെ കൊണ്ടേ? ജയിലിൽ കൊണ്ടേ. വിടണില്ല, ജയിലിൽ കൊണ്ടേ. അപ്പൊ ഇന്ന് വൈകുന്നേരത്തോടുകൂടി നമ്മൾ എവിടെ എത്തും? ജയിലിലെത്തും. അപ്പൊ ഇനി എന്താ പറയാ? അല്ലാഹുമ്മ അത്തിഖ്നി, മോചിപ്പിക്കുക എന്ന് പറയണമെങ്കിൽ എവിടെ ആകണം? ജയിലിലാണ്ടടെ എങ്ങായി. ഇങ്ങത് മനസ്സിലാക്കിയോനെ സെഹറുമില്ല, കണ്ണേറുമില്ല, ഒരു കുന്തേറുമില്ല. ഇത് മനസ്സിലാക്കണം. സെഹറ് പറ്റിയിട്ടാ ഓരോരുത്തർ പാഞ്ഞിറക്കണത്. അല്ലാതെ നിങ്ങളിവിടെ ഇത്ര അതിരാവിലെ നിങ്ങൾ ക്ലാസ്സിലൊക്കെ വന്നതല്ല. നിങ്ങൾ പല ആളുകൾ ഇവിടെ വന്നത് ഇവിടെ കുത്തരുന്ന എൻ്റെ കണ്ണേറൊന്നും ശരിയാവും എന്ന് വിചാരിച്ച് വന്നതാണ്. എനിക്ക് എൻ്റെ പൊരിയിൽ തന്നെ കണ്ണീർ പാത്തിലാക്കാം. പിന്നെ ആദ്യം കണ്ടെത്തണം. ആരെ കണ്ടെത്തണം? എൻ്റെ നിസ്സാരത്തെ തന്നെ കണ്ടെത്തണം. അപ്പം അബുദായ എനക്ക് നടക്കാത്തൊരു കാര്യമില്ല. അബുദിന് ഒറ്റച്ചാട്ടത്തിന് സിദ്റത്തുൽ മുന്തയിലെത്തിയ അബുദ്. സുബ്ഹാനല്ലദീ അസ്റാ ബി നബീഹി എന്നല്ല, നബിയാവുമ്പോൾ കുറച്ച് വലിപ്പത്തിലുണ്ട്. എന്തേ അങ്ങനെ പറയണം? അള്ളാഹ്ക്ക് നമുക്കെന്നെ ആയത്തൊക്കെ കാണുമ്പോൾ ഒരു ഇടങ്ങേറുണ്ട്. നമ്മളെ നബിനാണല്ലോ അള്ളാഹ് എന്ത് പറഞ്ഞ് അടിമ. നബി എന്ന് പറഞ്ഞ ഒരു സ്റ്റാൻഡേർഡ്. സുബ്ഹാനല്ലദീ. ഞാൻ കുറച്ച് ചീറ്റൊക്കെ പറയും. അതിന് സൗകര്യമുള്ളവർ വന്നാൽ മതി. ഞങ്ങളോടൊന്നും ക്ലാസ് കയറണമെങ്കിൽ 500 റുപ്യ തരണം, ഒന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വന്നാൽ മതി. നിങ്ങളാരും ഇല്ലാത്ത കാലത്ത് ഇത് നടന്നിട്ടുണ്ട്. അതിനാണ് അള്ളാഹു തആല കൊറോണ വന്നത്. കൊറോണയിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ക്ലാസ് എടുത്തിന്. വെള്ളിയാഴ്ച അള്ളാഹ് ദിവ്യാനുരാഗം ഞാൻ ഒറ്റക്ക്. 2019 അള്ളാഹ് ദിവ്യാനുരാഗം തുടങ്ങി. 2020 കൊറോണയും തുടങ്ങി. പിന്നെ ഒറ്റക്ക ഒരുപാട് ക്ലാസ് ഒറ്റക്ക. അങ്ങനെ നടന്നിട്ടുണ്ട് ഇവിടെ. നിങ്ങളൊരാളിവിടെ ആവശ്യമില്ല. എനിക്ക് നന്നാകണമെങ്കിൽ എനിക്ക് നന്നാകണം, നിനക്ക് നന്നാകണമെങ്കിൽ എനിക്ക് നന്നാകണം. ഇതിൻ്റെ അടിയിലേക്ക് എന്നാൽ ഒരാൾക്കും നന്നാകാൻ കഴിയില്ല. ഇവിടെ നന്നാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ എന്ന് വിചാരിക്കരുത് കേട്ടാ. വളരെ ചിന്തിക്കണം. നന്നാക്കിയാലല്ലാതെ നന്നാവില്ല. ഏത് പഴയ സാധനവും പഴയതെടുക്കാൻ കടക്കാരൻ വന്നാൽ ഓൻ എന്താ ചെയ്യാന്നറിയോ? ഓന് വാങ്ങിയാൽ അത് ചവിട്ടിയിട്ട് തറ വലിയ ഒരു കൊടുക്ക ഓനാണ് വാങ്ങി. തൂക്കി നോക്കുമ്പോൾ എത്ര ഉണ്ട്? അജ്മേ അത് 3 കിലോ ഉണ്ട്. ആയിക്കോട്ടെ, എന്നാൽ 3 കിലോ. പഴയ അലുമിനിയത്തിന് എത്രയോ പൈസ വെച്ചു. പൈസ പറഞ്ഞു, എണ്ണി കൊടുത്തു. പിന്നെ പൈസ എണ്ണി കൊടുത്താൽ പിന്നെ ഓൻ്റെ മുതലായി. പിന്നെ അജ്മ കാണാൻ ചവിട്ടി തറ വലിയ കൊടുക്ക ഓൻ ചവിട്ടിയിട്ട് ഇത്രയാക്കും. ഒറ്റ കൊടുക്കും ചാക്ക്. എന്നിട്ടത് കൊണ്ടുപോയി സ്റ്റീൽ കോംപ്ലക്സ് കൊണ്ടുപോകും. എന്നിട്ട് ചൂളേക്കിടും. 3-ാം ദിവസം 1-ാം നമ്പർ പുത്തൻ കുടുക്കിയായിട്ട് വരും. ചവിട്ട് കിട്ടാത്ത ഒരാളും നന്നാവില്ല. ചവിട്ടാണ്. നിങ്ങളൊക്കെ ബഹുമാനപ്പെട്ട മഹാന്മാരായാൽ നിങ്ങൾ നന്നാവില്ല. ഞാൻ ബഹുമാനപ്പെട്ട മഹാനായാൽ ഞാനും നന്നാവില്ല. ഞാൻ എന്നെ ആക്ഷേപിക്കുന്ന ഒരാൾക്കെതിരെ ഒരു വാക്ക് പറയില്ല. ഇതുവരെ പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, പറയില്ല. ജനങ്ങൾ ഫിത്തനാവുന്ന ചില പ്രശ്നങ്ങൾ എവിടെയും തോണ്ടും, അത്രയേ ഉള്ളൂ. എന്തുകൊണ്ട്? എനിക്ക് ചവിട്ട് കിട്ടണം, ഇല്ലെങ്കിൽ ഞാൻ അഹങ്കാരിയാവും. ഈ വയറ് പറയുന്നതനുസരിച്ച് നാട്ടുകാരെ ഞാൻ ബഹുമാനിച്ചാൽ ഇന്നെപ്പോലത്തെ പൂജയിൽ ഇവിടെ വേറെ ഉണ്ടാവില്ല. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. അപ്പം ചവിട്ട് നിർബന്ധം. അപ്പം താഴ്ത്തി കണ്ടിറങ്ങും. മറ്റേ നമ്മളാണ് മാനം തോന്നും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്നെ തലക്ക് കൊടുത്തോ. നമ്മളിപ്പോൾ എവിടെ കിടക്കണേ? ഇന്ന് മഗ്‌രിബോട് കൂടെ ഇന്നത്തെ തീരുമാനമായി. ഇപ്പം എന്നെ ജയിലിലിടുക അള്ളാഹ് തീരുമാനിച്ചു. ഇന്ന് മഗ്‌രിബിലാവുമ്പോൾ നമ്മളെ കൊണ്ട് എവിടെ ഇടും? ജയിലിലിടും. ഇനി ഒരു നിർവാഹമല്ല. ഇനിയിപ്പോൾ വലിയ 10 ആൾ കയറിയാലും നിൽക്കാത്തത്തരം അതിൻ്റെ ഉള്ളിലെ നമ്മൾ, അതിൻ്റെ ലോക്കപ്പിൻ്റെ ഉള്ളിലെ നമ്മൾ. ഇനി പോരാൻ നിർവാഹമല്ല. ഇനി ഒറ്റ നിർവാഹമേ ഉള്ളൂ. എന്ത്? മോചിപ്പിക്കണം എന്ന് പറയും.
അങ്ങനെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞ് അവസാനം മോചിപ്പിക്കണമാണില്ല. അപ്പം നമ്മൾ പ്രസിഡൻറ്റിന് ദയാർജി കൊടുക്കും, മാപ്പാക്കണം. അതാണ് ഇനി ഇത് പറഞ്ഞത്. വീണ്ടും ചോദിച്ചോ, അല്ലാഹുമ്മ ചേഞ്ച് ആക്കിയിട്ട് പിന്നെ എന്ത് പറയും? അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ. അതിൽ പിന്നെ നമ്മൾ ജയിലിലാണെന്ന് വരെ പറയില്ല. നിങ്ങൾ വലിയ മഹാനല്ലേ, മാപ്പാക്കണം. അല്ലാഹുമ്മ ഇന്നക അഫൂൻ. പ്രസിഡൻറ്റിന് ദയാർജി കൊടുക്കുമ്പോൾ പറയാം, ഇന്ത്യയുടെ പരമാധികാരിയും പ്രഥമ പുരുഷനുമായ ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ സമക്ഷത്തിങ്കിലേക്ക് അങ്ങയുടെ മഹത്തായ സ്ഥാനം ഉപയോഗപ്പെടുത്തി എനിക്ക് മാപ്പ് ചെയ്യണം. ഇതേ പറയണ്ടു. അല്ല ഞാൻ കൊന്നിട്ടില്ല പിടിച്ചിട്ടില്ല എന്നൊന്നും പ്രസിഡന്റിന് പറയേണ്ടില്ല. ജി കൊന്നിട്ടുണ്ട്, ജി പിടിച്ചിട്ടുണ്ട്, ജി കട്ടിട്ടുണ്ട്, ജി ബാങ്കിൽ ലൂട്ടാക്കിയിട്ടുണ്ട്, ഒക്കെ ശരിയാണ്. അള്ളാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അവിടെ ഇനിയിപ്പോൾ പ്രസിഡൻറ്റിൻ്റെ അടുത്തേക്ക് ദയാർജി കൊടുക്കുമ്പോൾ വക്കീലിനെ പറഞ്ഞേക്കൂല. അവിടെ ഇനി ഒറ്റ വാക്കിയുള്ളൂ, എന്ത്? അവരെ മാത്രം പറയാം. നമ്മൾ ചെയ്തിട്ടില്ല എന്ന് പറയണേ ഇല്ല, നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ന് ലാസ്റ്റ് സമ്മതിച്ചു. അല്ലാഹുമ്മ ഇന്നക അഫൂൻ, നീ മാപ്പ് ചെയ്യണവരാണ്. തുഹിബ്ബുൽ അഫ്വ, മാപ്പ് കൊടുക്കുന്നത് നിനക്ക് വളരെ ഇഷ്ടമാണ്. ഫഅഫ്വനി, ഈ കുറ്റവാളിക്ക് മാപ്പാക്കണം. ബസ് അത്രേ ഉള്ളൂ. ഞാനേ ചെയ്തിട്ടില്ല, മലക്കുകൾ വെറുതെ എഴുതിയതാണ്, ഒന്നും ഇനി പറഞ്ഞില്ല. ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ വലിയ മാപ്പ് കൊടുക്കണം. ദെൻ എന്താ കാര്യം? നമ്മൾ അടിയില്ല, നമ്മളെ മനസ്സിലാക്കി കള്ളനാണെന്ന് എനക്കത് മനസ്സിലായി. ഇതുവരെ വക്കീലിങ്ങനെ പറയാണ് ജി കൂട്ടുമോക്കുമ്പോൾ, യുവർ ഓണർ, എൻ്റെ കക്ഷി എവിടെ മോഷ്ടിക്കാൻ വേണ്ടി പോയതല്ല. അപ്പം എനക്കും ജി കട്ടോനാണ്. വക്കീലിങ്ങനെ വാദിക്കണ കാട്ടുമ്പോൾ എനിക്ക് തന്നെ ഒരു തോന്നലുണ്ട്, മിക്കവാറും ഞാനിതിൽ കഴിച്ചില്ലോ. വക്കീലിൻ്റെ സ്വറ കേട്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ കട്ടിട്ടില്ലേ. കാരണം ആജാതി വിശദീകരണമാണ് ആര് പറയണത്. അതെ, മനസ്സിലായില്ലേ? അങ്ങനെ എൻ്റെ വാപ്പനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് കോടതി പോയ സമയത്ത് ഒരാൾ എറിഞ്ഞത് വക്കീൽ വിശദീകരിക്കുന്നുണ്ട്. എറിഞ്ഞോന്നെ അപ്പോൾ വക്കീൽ കാണിച്ചു, എറിയുമ്പോൾ നിങ്ങൾ എറിയുന്ന ആളുടെ എത്ര അകലത്തിലാണ്? അപ്പോൾ ചോദിച്ച് എത്ര അകലത്തിലാണ്? അപ്പോൾ പറഞ്ഞ് ഞാൻ അടുത്താണ്. നിങ്ങൾ ഒരു കയ്യിൻ്റെ ദൂരത്താണ്. അപ്പം അയാൾ അറിയാതെ പറഞ്ഞു, അതെ. അപ്പോൾ കയ്യിൻ്റെ ദൂരത്തായ നിങ്ങൾ എറിയേണ്ട ആവശ്യം എന്താണ്? കേസ് വിട്ടു. മനസ്സിലായില്ല? അപ്പം എന്ന് പറഞ്ഞതുപോലെ മനസ്സിലായല്ലോ, നമ്മൾക്ക് ബാധകതകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുകയാണ് നമ്മൾ കുറ്റം ചെയ്തിട്ടില്ല. അപ്പം അതൊക്കെ നമുക്ക് തോന്നിയിരുന്നു. പക്ഷെ ഇന്ന് രാത്രിയോടുകൂടെ തോന്നൂല. ഇന്ന് രാത്രിയോടെ നമ്മൾ എന്തിലാക്കി? കുറ്റം തീരുമാനിച്ചു, കുറ്റവാളി തന്നെ. അതുകൊണ്ട് തന്നെ എവിടെ ഇടാണ്? ജയിലിലിട്. അപ്പം ഇനി മോചിപ്പിച്ചു തരണം. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത. അപ്പം എന്തായി? ഈ കള്ളനാണെന്ന് ഇജ്ജ് മനസ്സിലാക്കി, ഇജ്ജ് വ്യഭിചാരിയാണെന്ന് ഇജ്ജ് മനസ്സിലാക്കി, ഇജ്ജ് ലൂട്ടുകാരനാണെന്ന് ഇജ്ജ് മനസ്സിലാക്കി, ഇജ്ജ് റേപ്പുകാരനാണെന്ന് ഇജ്ജ് മനസ്സിലാക്കി. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അപ്പം നിസാരത്തെ മനസ്സിലായി. അതാണല്ലോ എന്ത്? ഗായത്തിൽ ഖുദൂഇ വത്തദല്ലുലി, നിസാരത്തരത്തിൻ്റെയും താഴ്മയുടെയും അറ്റത്തിൻ്റെ അങ്ങേയറ്റം. സൂപ്പർലേറ്റീവാണ്. അറ്റത്തിൻ്റെ അങ്ങേയറ്റം നിന്യനായി. അപ്പൊ എന്തായി? എന്നെ കണ്ടു, ഞാൻ ആരാണ്? ഇജ്ജനെ കണ്ടു, ആരെ? നീ ആരാണ്? കുറ്റവാളിയാണ്. അപ്പൊ എനിക്ക് അവൻ്റെ മാത്രം മനസ്സിലാവും. അല്ലാഹുമ്മ ഇന്നക അഫൂൻ. മറ്റേ തർക്കിക്കാൻ ഇതുവരെ ഇതാണ് നോമ്പ്. ഇതിന് നോമ്പ് പറയാം. ഞാൻ ഹിക്കമിൻ്റെ ഷറഹിൽ ബഹുമാനപ്പെട്ട ഇബ്നു അജീബ് പറയുന്ന ഒരു വാക്കിനെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം ഇൻഷാ അല്ലാഹ്. അല്ലാഹുവിൻ്റെ പാരമായ അനുഗ്രഹം കൊണ്ട് മൻ ഇഹ്തദാ ഇലൽ ഹഖ്, ഒരാൾ ഹഖ് തആലയിലേക്ക് എത്തിച്ചേർന്നാൽ ലം യഹ്തദി ഇലാ നഫ്സിഹി, അവൻ്റെ നഫ്സിൻ്റെ മേൽമത്തരം അവൻ മനസ്സിലാക്കാൻ കഴിയില്ല. അവൻ ഹഖ് തആലയിലേക്ക് എത്തി എങ്കിൽ പിന്നെ ഓൻ്റെ നഫ്സിനെ അവൻ കാണേയില്ല. ആരെ കാണാം? ഹഖ് തആലനെ. അവൻ അങ്ങോട്ട് നിസ്സാരനായി ആരുടെ മുന്നിൽ? അപ്പം അവരുടെ വൽപ്പത്തരം ആർക്ക് മാത്രമേ ഉള്ളൂ? അല്ലാഹ്.
ഒരാൾ പോയി ഹക്ക് താലാൻ്റെ വലിപ്പത്തരത്തിലെത്തിയാൽ അവന് പിന്നെ അവിടെ ഇല്ല, പിന്നെ അവിടെ ആരേ ഉള്ളൂ? ഹക്ക് താലേ ഉള്ളൂ, അല്ലാഹു താലേ ഉള്ളൂ, ഒന്നുമില്ല. വമൻ ഇഹ്തദാ ഇലാ നഫ്സിഹി, ഒരാൾ അവന്റെ നഫ്സിനെയാണ് അവൻ മനസ്സിലാക്കിയതെങ്കിൽ ലം യഹ്തദി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് എത്താൻ അവനോട്ട് കഴിയില്ല. അള്ളാഹുവിലേക്ക് എത്തിയവൻ അവനെ കാണൂല, അവനിലേക്ക് എത്തിയവൻ അള്ളാഹിനെ കാണൂല. ഒന്നും കൂടി പറയാം, അള്ളാഹുവിലേക്ക് എത്തണമെങ്കിൽ നീ നിന്നെ കാണാതിരിക്കണം. ഇപ്പം നോമ്പ് നോറ്റ് എന്നെ പറ്റി ഇങ്ങനെ പറയിപ്പിക്കരുതല്ലോ. ഇതിപ്പോൾ ഒന്നാം നോമ്പിനേക്കാൾ ഉഷാറായില്ല രണ്ടാം നോമ്പിന്? ഒന്ന് പറ, നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ചോദിക്കല്ല. ഒന്നാം നോമ്പിനേക്കാൾ രണ്ടാം നോമ്പിന് ഉഷാറായില്ലേ? ഒന്നാം നോമ്പിൻ്റെ നോമ്പും കിട്ടുന്നുണ്ട്, രണ്ടാം നോമ്പുണ്ട്, രണ്ട്. അതിനേക്കാൾ ഉഷാറായില്ലേ എന്ന്? മൂന്നാം നോമ്പ് അതിനേക്കാൾ ഉഷാറായില്ലേ എന്ന്? നാലാം നോമ്പ് ഇപ്പം നമ്മളാരാ? 19 നോമ്പ് നോറ്റ് 20 തറാവി നിസ്കരിച്ച് നമ്മൾ ആരെ? നമ്മൾ തറാവിയൊക്കെ അഡ്വാൻസ് പിടിച്ചോ? അങ്ങനെ നേരത്തെ പിടിച്ചു, അതൊന്നും പ്രശ്നമില്ല. ആദ്യം തറാവി പിടിച്ചു, പിന്നെ നമ്മൾ നോമ്പ്. ഓ ഭയങ്കര ഉഷാറായി ഇല്ലേ? ഞാൻ ആരാണ് വിചാരിക്കുന്നത്? എങ്കിൽ അനക്കിപ്പോൾ അള്ളാഹിനോട് മാപ്പാക്കണം എന്ന് പറയേണ്ട ആവശ്യം എന്താ? നമ്മളിങ്ങനെയൊക്കെ നോറ്റ് നടക്കുകയാണെങ്കിൽ അത് നോക്കണ്ടല്ലേ? നമ്മളിനിപ്പോൾ എന്താ പറയേണ്ട ആവശ്യം എന്താ? തിരിഞ്ഞില്ല. നമ്മൾ നോമ്പൂറ്റില്ലേ? ഇങ്ങനെയൊക്കെ നോമ്പ് നോട്ട് പിന്നെ കുഴഞ്ഞ് വീണിട്ട് കിടക്കണം എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി നടക്കൂല. മനസ്സിലായി? നിങ്ങൾ ചിന്തിക്ക്, വളരെ ചിന്തിക്കണം. നിസ്കാരം കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹ് മുസ്തഫ നബി സുന്നത്താക്കിയതാണ്. എന്തുകൊണ്ട്? നീ നിസ്കരിച്ചു കഴിഞ്ഞാൽ നിന്റെ തഖ്സീറിനെ നീ മനസ്സിലാക്കും. നിന്റെ തഖ്സീറിനെ മനസ്സിലാക്കുമ്പോൾ നീ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയും. നിന്റെ മഹത്വത്തെ മനസ്സിലാക്കൂല. നിന്റെ മഹത്വത്തിലേക്ക് എത്തിയാൽ നീ നിസ്കരിച്ചിട്ടില്ല. നിന്റെ വീഴ്ചയിലേക്ക് എത്തിയാൽ നീ നിസ്കരിച്ചു. നിന്റെ വീഴ്ചയിൽ എത്തണമെങ്കിൽ നീ ആരെ കാണണം? അല്ലാഹുവിനെ കാണണം. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഇപ്പം ഇതൊരു ടിഷ്യൂവിൻ്റെ പെട്ടിയാണ്. ഇതിപ്പോൾ വലിയ ആളായി ഇരിക്കുക. എന്താ ചൊറുക്ക്, എന്തൊക്കെയാണ് നല്ല വയലറ്റിൻ്റെ എഴുത്തുണ്ട്, ഇല്ല പെട്ടിയാണ്. പകുതി ഒരു കളറ്, പകുതി വേറൊരു കളറ്. എന്താ ഭയങ്കര പെട്ടി. ഷാർ ഇനി ഇതിനെ ചെറുതാക്കണമെങ്കിൽ ഇതിനേക്കാൾ ചുരുക്കുള്ള, ഇതിനേക്കാളും വലുപ്പമുള്ള ഉന്നതമായ ടിഷ്യൂ പേപ്പറുള്ള, ഇതൊന്നും അല്ലാത്ത അത്രയും വലിയ ഒരു ടിഷ്യൂ പേപ്പർ ഇവിടെ കൊണ്ടെന്ന് വെച്ചാൽ പിന്നെ മൂപ്പര് പായ നോക്കുക ചെയ്യുക. എങ്ങനെയെങ്കിലും എനിക്ക് ഇവിടെ നിന്ന് കഴിച്ചിലാണെന്നാണ്. അള്ളാഹിനെ കാണാത്ത കാലത്തോളം ഇജാണ് വലിയവൻ. ജി വലിയവനാണെന്ന് പറഞ്ഞു നടക്കുമ്പോഴാണ് എന്നോട് അള്ളാഹ് നിസ്കരിക്കാൻ പറഞ്ഞത്. അപ്പോൾ അള്ളാഹു വലിയവനാണെന്ന് ജി പറഞ്ഞു. പിന്നെയും പറഞ്ഞു. വേറെ ദിക്റില്ലാത്ത പോലെയാണ് പിന്നെ ഇതന്നെ പറയിപ്പിക്കുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എന്നാൽ അത് അത്ര വലിയ ദിക്റാണോ? അല്ല, അതിനേക്കാൾ ദിക്റല്ലേ, വലിയ ദിക്റല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നാ ഇന്ത്യക്കാലത്തിൽ മനസ്സിലായില്ല, ഏറ്റവും നല്ല ദിക്റേതാ? ഏറ്റവും വലിയ ദിക്റേതാ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. റുക്കൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്. സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ്. റുക്കൂ ഇതെല്ലാം റായില്ല. അപ്പൊ എല്ലാവരും കേട്ടാൽ തന്നെ അറിയും എന്ത് ചൊറുക്കുണ്ടാ തൗഹീദിന്റെ വാക്കൊക്കെ പറയുന്ന കേട്ടാൽ ഇതല്ല. എന്താ പറയിപ്പിക്കണത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് നല്ല പറയിപ്പിക്കണത്. എന്താ? അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒറ്റ സ്ഥലത്തും പറയിപ്പിക്കണില്ല, എല്ലാ സ്ഥലത്തും എന്തേ ഉള്ളൂ? അല്ലാഹു അക്ബർ. എന്തേ? അള്ളാന്റെ വലിപ്പത്തരം മനസ്സിലാക്കിയാൽ നീ നിന്റെ ചെറുപ്പത്തരം മനസ്സിലാക്കും. അപ്പോൾ നീ ഓട്ടോമാറ്റിക്കലി എത്തിച്ചേരും എന്തിൽ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതിന് വിളിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. 4 വട്ടം തക്ബീർ. അങ്ങനെ തന്നെയല്ലേ ബാങ്കിൽ? അവസാനം പിന്നെ 2 വട്ടം തക്ബീർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ആദ്യം 2 പിന്നെ 1 3. ലാ ഇലാഹ ഇല്ലല്ലാഹ് 3. അല്ലാഹു അക്ബർ 6 ബാങ്കിൽ.
നിങ്ങളിൻ്റെ കൂടെ ഇല്ല. മനസ്സിലായില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദോട് കൂടെ രണ്ടും, പിന്നെ അഷ്ഹദ് ഇല്ലാതെ ഒന്നും. അപ്പൊ രണ്ടും ഒന്നും 3. അല്ലാഹു അക്ബറോ തുടക്കത്തിൽ 4, അവസാനം 2. എൻ്റെ അള്ളാഹുവിൻ്റെ വലിപ്പത്തരത്തിലേക്ക് നീ നീങ്ങണം. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ കടക്കുന്നതിനനുസരിച്ച് നിന്റെ നിസ്സാരത്വം നിനക്ക് മനസ്സിലാവും. അള്ളാഹു തല തൗഫീഖ് തരട്ടെ. അപ്പം നമ്മൾ നമ്മുടെ നിസ്സാരത്വത്തെ മനസ്സിലാക്കാനുള്ള ദിവസത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ച് അതിൻ്റെ ലാസ്റ്റ് പീക്ക് പോയിന്റിലേക്ക് കയറുക. ഇവിടെ നമ്മൾ ആരെ കാണാൻ പാടുള്ളൂ? അല്ലാഹ്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഞാൻ ചെയ്തു എന്നല്ല നീ മനസ്സിലാക്കേണ്ടത്. ഞാൻ ചെയ്തു എന്ന് മനസ്സിലാക്കുകയേ ചെയ്യരുത്. ഞാൻ ചെയ്തല്ലോ എന്ന് മനസ്സിലാക്കരുത്. ഞാൻ ചെയ്തല്ലോ എന്ന് മനസ്സിലാക്കിയാൽ നഷ്ടക്കാരനാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ചിന്തിക്കൊരു സ്ഥലം കൂടി ഞാൻ വായിച്ചത്. വളരെ ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അബ്ദിന് ചെയ്യുന്ന ഏറ്റവും വലിയ മഹത്വം എന്ന് പറഞ്ഞാൽ ആ അബ്ദിന് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ അല്ലാഹു തആല അവസരം കൊടുക്കും. അപ്പൊ അബ്ദ് അള്ളാഹുവിനെ മനസ്സിലാക്കും. ഇങ്ങോട്ട് നോക്കൂ, ഹിക്മത്തിന്റെ ഒരു വാക്ക് ഇങ്ങോട്ട് നോക്കൂ. ലൗലാ ജമീലു സിത്രിഹി ലം യകുൻ അമലുൻ അഹ്ലൻ ലിൽ ഖബൂൽ. ലൗലാ ജമീലു സിത്രിഹി, അള്ളാഹുവിൻ്റെ മറച്ചു പിടിക്കുക എന്ന അഴകില്ലായിരുന്നുവെങ്കിൽ, ലൗലാ ജമീലു സിത്രിഹി, ലൗലാ ജമീലു സിത്രിഹി, അല്ലാഹു തആല കേടുകൾ മറച്ചു പിടിക്കുക എന്ന അള്ളാഹുവിൻ്റെ ഒരു അഴക് ഇല്ലായിരുന്നുവെങ്കിൽ, ലം യകുൻ അമലുൻ, ഒരു അമലും അല്ല അഹ്ലല്ല ലിൽ ഖബൂലി, സ്വീകരിക്കപ്പെടാൻ. ആർക്കല്ല? ആർക്കുമല്ല. മനസ്സിലായില്ല? ആ അമലിൻ്റെ കേട് ആര് മറച്ചു? ഇങ്ങോട്ട് നോക്ക്. ഇപ്പം നമ്മൾ നോമ്പ് പറ്റൂ. ഈ നോമ്പ് സ്വീകരിക്കപ്പെടാൻ അർഹത ഇല്ല. കാരണം അഖ്സാ വായത്തിൽ ഖുളൂഇൽ ഒരിക്കലും നമുക്ക് എത്തുന്നില്ല. മനസ്സിലായില്ലേ? നോക്ക്, നോമ്പ് പറ്റൂ അഹങ്കരിക്കണ്ട. അല്ലാഹു മഗ്ഫിർലി എന്ന് പറഞ്ഞു. എന്തിന്? പണ്ട് കുടിച്ച കള്ളിനല്ല, ഇപ്പൊ നോറ്റ് നോമ്പിന്. ലൗലാ ജമീലു സിത്രിഹി, ഹിക്മന്റെ വാക്കാ. ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങൾ എഴുതാ. ചിന്തിക്ക്. ലൗലാ ജമീലു സിത്രിഹി, മറച്ചു പിടിക്കുക എന്ന അല്ലാഹുവിന്റെ മഹത്തായ സിദ്ധി ഇല്ലായിരുന്നുവെങ്കിൽ, ലം യകുൻ അമലുൻ, ഒരു അമലും അല്ല, അഹ്ലൻ അവകാശപ്പെട്ടതല്ല, ലിൽ ഖബൂലി സ്വീകരിക്കപ്പെടാൻ. അപ്പോൾ നമ്മുടെ അമലായത് അല്ലാഹു സത്താറായത് കൊണ്ടാണ്. എന്തുകൊണ്ട്? ഇഖ്ലാസ് ഇല്ലാതെ ഒരു അമലും സ്വീകരിക്കില്ല എന്ന് ആദ്യം തന്നെ ഓർക്കണം. ഇഖ്ലാസ് എനിക്കും എനിക്കും എവിടെയാ? വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാഅ ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة حسبي ربي جل الله. حسبي ربي جل الله. അപ്പം നമ്മൾ ഇതുവരെ അല്ലാഹു മഗ്ഫിർലി എന്ന് പറഞ്ഞത് എന്തിനാണെന്നറിയോ? പണ്ട് കുടിച്ച കള്ള് പുറത്തിട്ടാനല്ല, ഈ അമല് ചെയ്തതിൻ്റെ കേട് പുറത്തിട്ടാണ്. എന്തുകൊണ്ട്? ഒരു അമലും സ്വീകരിക്കപ്പെടാൻ ഒരു യോഗ്യതയുമില്ല അല്ലാഹു ആരല്ലെങ്കിൽ. പറ ലൗലാ, ഇങ്ങോട്ട് നോക്ക്, ഒന്ന് നോക്ക്, മനസ്സിലാക്ക്. ഭയങ്കര ആഴമുള്ള വർത്താനായി പറയണത്. ലൗലാ ജമീലു സിത്രിഹി, അല്ലാഹുവിൻ്റെ സിത്രിന്റെ അഴകില്ലായിരുന്നുവെങ്കിൽ, ലം യകുൻ അമലുൻ, ഒരു അമലും ആവുകയില്ല, അഹ്ലൻ അർഹതയുള്ളതാവുകയില്ല, ലിൽ ഖബൂലി സ്വീകരിക്കപ്പെടാൻ. ഒന്നുകൂടി പറയാം. ഏതാളുടെയും ലൗലാ ജമീലു സിത്രിഹി, മറച്ചു പിടിക്കുക, അടിമകളുടെ കേട് മറച്ചു പിടിക്കുക എന്ന അള്ളാഹുവിൻ്റെ അഴകാർന്ന ഒരു സിഫത്ത് ഇല്ലായിരുന്നുവെങ്കിൽ, ലം യകുൻ അമലുൻ,
ഒരു അമലും ആവുകയില്ല അഹ്ലൻ അർഹതയുള്ളതാവുകയില്ല ലിൽ ഖബൂലി സ്വീകരിക്കപ്പെടാൻ. അപ്പോൾ നമ്മളുടെ അമൽ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ അല്ലാഹു, അമൽ ചെയ്യാൻ കാരണക്കാരൻ അല്ലാഹു, അമലിലേക്ക് നമ്മൾ ഓടി വരാൻ കാരണം അല്ലാഹു, അമലിന് ഉദവി കിട്ടാൻ കാരണം അല്ലാഹു, അമൽ ചെയ്യാൻ കരുത്ത് കിട്ടാൻ കാരണം അല്ലാഹു, ആ അമലിന്റെ കേട് പുറത്തറിയാതിരിക്കാൻ കാരണം അല്ലാഹു. പറഞ്ഞത് മനസ്സിലായില്ലേ? ചിന്തിക്ക്. അതുകൊണ്ടാണല്ലോ പണ്ട് 200 കൊല്ലം മുമ്പ് 17ാമത്തെ വയസ്സിൽ മലയാളക്കരയിൽ വന്നു ഖുത്ബുസ്സമാൻ മമ്പുറം സയ്യിദ് ഹലബി തങ്ങൾ. ഒരു താരീഖാണ് മനസ്സിലാകൊണ്ട് പറഞ്ഞത്, ഒരു താരീഖാണ് ഈ പറയുന്നത്. സയ്യിദ് ഹലബി തങ്ങൾ 200 കൊല്ലത്തിന് മുമ്പ് മലയാളക്കരയിൽ വന്നു 17ാമത്തെ വയസ്സിൽ. അങ്ങനെ പള്ളിയിൽ കയറി എന്ത് ചെയ്തു? ജുമാ നിസ്കാരത്തിന് കൂടി. ജുമാ നിസ്കാരം നടന്നുകൊണ്ടിരിക്കവേ ഇറങ്ങിപ്പോയി, പുറത്തുപോയി. അപ്പോൾ നിസ്കാരം കഴിഞ്ഞപ്പോൾ ആളുകൾ പ്രശ്നമാക്കി. ഒരാൾ നമ്മളെ നിസ്കാരത്തിൽ കൂടി പിന്നെ കഴിച്ചു പോയി, പിന്നെ പുറത്തുനിന്ന് ദൂർ നിസ്കരിച്ചു. അപ്പോൾ ആയി ഭയങ്കരമായി. അപ്പോൾ മോലിയർ വന്നു, ഇതേതാ പുതിയ ആൾ, ഇയാളെന്തേ അങ്ങനെയാണ് ഇങ്ങനെയാണ്. നിസ്കാരത്തിൻ്റെ അടി നിസ്കാരം നിർത്തിപ്പോയി, നിസ്കാരം മുറിച്ചു, അങ്ങനെ പല പ്രശ്നമുണ്ടാക്കി. ഖത്തീബും വന്നു. ഇപ്പോൾ ഖത്തീബ് എന്ത് പറഞ്ഞു? അങ്ങനെ എന്നാ പിന്നെ ജുമാക്ക് വരാന്നൂടെ? അപ്പം പറഞ്ഞു, നിങ്ങളെ ചാണകം മണത്ത്, അതുകൊണ്ട് ഞാൻ കൈ അയച്ചാണ്. നജസ്സുള്ള ഇമാമിനെ തുടർന്നാൽ നിസ്കാരങ്ങൾക്ക് തന്നെ മുറിഞ്ഞെടുക്കുകയാണ്, അതുകൊണ്ട് ഞാൻ മാറിയതാണ്. അപ്പം ലേശം ഓടി മൂപ്പർക്ക് ആർക്ക് അപ്പോൾ കാൽക്ക് വീണു. ഇമാമ് മാപ്പാക്കണം എന്ന് പറഞ്ഞു. എന്തേ? ഇമാം പറഞ്ഞത് ശരിയാ, ഞാൻ എൻ്റെ പെണ്ണുങ്ങൾ പ്രസവിച്ചിട്ടുണ്ട്, ഇനി വേഗം ഹക്കീക്കത്തിറക്കാൻ ഒരു മൂരിക്കുട്ടനെ കിട്ടണം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടി എൻ്റെ മനസ്സിൽ മൂരിക്കുട്ടനാണ്. അപ്പം ഞാനതങ്ങനെ തെരഞ്ഞു. മൂരിക്കുട്ടനെ ഇപ്പോൾ എവിടുന്നാ കിട്ടുക? അത് തന്നെയായിരുന്നു നിസ്കാരം മുഴുവനും. അതിവിടെ ബാക്കിലൊരാൾ മനസ്സിലാക്കി. എന്ത് പറഞ്ഞു? നിങ്ങളെ ചാണകം മണക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ നിങ്ങളെ നിസ്കാരവും പാസ്സായി, അപ്പം എൻ്റെ നിസ്കാരം കൂടി നിങ്ങളെ കൂട്ടത്തിൽ കൂടണ്ട, ഞാൻ വേഗം മാറിയിട്ട് നിസ്കരിച്ചതാണ്. ഇതന്നെ 200 കൊല്ലം അന്നത്തെ ഇമാം. ഇതൊക്കെ വായ്ത്താരിയുടെ താരീഖ്. CM കുറിച്ച് എന്നോട് ഒരു പള്ളിക്കാർ പറഞ്ഞിട്ടുണ്ട്, ഒരു പള്ളിക്കാർ പറഞ്ഞിട്ടുണ്ട് പണ്ട്, കുറേ 20-25 കൊല്ലം മുമ്പാണ്. അപ്പം എന്താ വെച്ചെങ്കിൽ CM അവിടെ ഒരു കാലത്തും ഇരുന്നു, കൂടുള്ളവരോട് പള്ളിയിൽ പോയി നിസ്കരിച്ച് വരുന്നതാണ്. അപ്പോൾ പള്ളിയിലെ ഇമാമിന് ചൂടായി. അത് മൂപ്പര് നിങ്ങളെ പറഞ്ഞേക്കണ്, അയാൾക്ക് ഒന്നുകൂടി ചോദിച്ചു. അപ്പോൾ ഈ പോയ ആളുകൾ പിന്നെയും തിരിച്ചു വന്നു, നിങ്ങളെ വിളിക്കുന്നുണ്ടായിരുന്നു, മൂപ്പരോട് നിസ്കരിക്കാൻ പറയും. ഞാൻ പിന്നെ നിസ്കരിച്ചുകൊണ്ട് മൂപ്പരോട് നിസ്കരിക്കാൻ പറഞ്ഞു. അപ്പോൾ അയാൾക്ക് പിന്നെയും ചൂടായി. അങ്ങനെ പലവട്ടം നടത്തിയപ്പോൾ CM മെല്ലെ അവരോട് പറഞ്ഞു, അയാളെ മെല്ലെ ഒറ്റക്ക് വിളിക്കുക. അപ്പം അയാൾ ജനങ്ങളെ കൂട്ടത്തിലാണ്. അയാൾ ഒറ്റക്കട് വിളിച്ചാൽ പറയാം, എന്നെ ഇമാമാക്കാൻ പറ്റൂല എന്ന് എനിക്കറിയാം, ഞാനാണ് വന്നാൽ പിന്നെ എൻ്റെ ജോലി അന്ന് പാത്തിലോ, എനിക്ക് ചെറിയ ചെറിയ കുട്ടികളുള്ളതുകൊണ്ടാണ്, അതുകൊണ്ട് ഐറ്റങ്ങൾ കഞ്ഞുടിച്ച് പോയിക്കോട്ടെ, അതാ ഞാനാണ് വരാത്തത്. ഇതിലും മെല്ലെ കൊണ്ടെയാണ്, ചെരിവ് കൊണ്ടെയാണ് മൂല്യരോട് പറഞ്ഞു. അപ്പോൾ പിന്നെ മൂല്യർക്ക് കുഴപ്പമുണ്ടായില്ല, നയിക്കാമത്ത് കൊടുത്തു. മനസ്സിലായില്ല? ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ചരിത്രങ്ങളാണ്. അതായത് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായത് ഉദാഹരണമാണ്, പറഞ്ഞൊക്കെ ചരിത്രം. വെന്തേ അന്നത്തെ മനുഷ്യന്മാരെ അമലെന്നെ എങ്ങനെയാണെങ്കിൽ നമ്മളെ അമലെന്താ? നമ്മളിപ്പോൾ അള്ളാന്ന് വിചാരിച്ചിട്ട് എന്നെപ്പോൾ നിസ്കരിച്ച് തറാവിയൊക്കെ കഴിഞ്ഞിട്ട് ആളുകൾ പുറത്തിറങ്ങിയാണ്ട് മൊബൈൽ എടുത്തുകൊണ്ട് മാന്തൽ കാണുമ്പോഴാണ് നമ്മൾ മാന്തൽ തുടങ്ങിയില്ലല്ലോ എന്ന ദുഃഖത്തിൽ നമ്മൾ വേഗം മൊബൈൽ തപ്പ്. നമുക്ക് തറാവി കഴിഞ്ഞതിലുള്ള ബേജാറല്ല, നമുക്ക് 2 മിനിറ്റ് മാന്താൻ നേരം വൈകിയുള്ള ബേജാറ് തന്നെയല്ലേ നമ്മൾ തറാവി. അടിമകളുടെ കുറവുകൾ മറച്ചു പിടിക്കുക എന്ന ഒരു സിഫത്ത് അള്ളാഹുവിന് അഴകായ ഒരു സിഫത്ത് ഇല്ലായിരുന്നുവെങ്കിൽ ലം യകുൻ അമലുൻ, ഒരാളുടെ അമലും ആവുകയില്ല അഹ്ലൻ, അർഹതയുള്ളതാവുകയില്ല ലിൽ ഖബൂലി, സ്വീകരിക്കപ്പെടാൻ. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ നോറ്റ നോമ്പിനെ അഹങ്കരിക്കണ്ട, അതിന് മര്യാദക്ക്. മനസ്സിലായില്ലേ? ഇപ്പം ഇന്ന് രാവിലെ നോമ്പ് തുടങ്ങിയിട്ട് ഇപ്പം
2 മണിക്കൂറല്ലേ ആയിട്ടുള്ളൂ. ഇത് ഇന്ന് നോറ്റ നോമ്പ് ഇതുവരെ കിട്ടി കബൂലായി കിടന്ന് ഉറപ്പുള്ളവർക്ക് കൈപ്പൊക്കാം. ഞാൻ കൈവക്കൂല, എനിക്കുറപ്പില്ല. മനസ്സിലായില്ലേ? ഇന്നിപ്പോൾ നമ്മൾ നോമ്പ് തുടങ്ങിയിട്ട് ഇപ്പോൾ 2 മണിക്കൂറല്ലേ ആയിട്ടുള്ളൂ അല്ലേ? പറയാ അത്രയല്ലോട്ടു. ഇതുവരെ നോമ്പ് നോറ്റത്, ഈ നോമ്പ് ഇതുവരെ ഇന്നലത്തൊന്നുമല്ല, ഇന്നത്തെ ഈ 2 മണിക്കൂർ നോമ്പ് അള്ളാഹ് പൊരുത്തപ്പെട്ട കുടുംബത്തിലാണ് ധൈര്യമുള്ളവർക്ക് കൈവക്കാം. ഇല്ല പിന്നെന്താ? ഇനി ഇതിൻ്റെ കട്ടിയാണ്, പിന്നെ അതിൻ്റെ കട്ടിയാണ്. പിന്നെ ഒരു പേപ്പറിൽ ലേശം മഷി വരണ്ടാൽ അത് പ്രസിഡന്റ് സ്വീകരിക്കുന്നു. പക്ഷെ മറ്റേ പേജിലും അങ്ങനെ തന്നെയാണ്. എല്ലാ പേജിലും, കൊടുത്ത പേജിലും മുഴുവനും മഷി പറഞ്ഞ ആശയങ്ങൾ. പിന്നെ അത് മുഖ്യമന്ത്രി വലിച്ചെറിയല്ലാണ്ട് ചെയ്യുന്നു. മുഖ്യമന്ത്രി വലിച്ചെറിയും, ഇത് വലിച്ചെറിയില്ല. എൻ്റെ റബ്ബാണോ, സത്താറാണോ, ഒരാളോട് പറയാ പോലുമില്ല. ഓന്റെ നിസ്കാരം പൊളിയായിരുന്നു പറയില്ല. കാരണം അവൻ ആരാണ്? അന്ത്യനാളിൽ എന്നെ വിളിക്കും, അടുത്തേക്ക് ഉദുനമിന്നി, അടുത്തേക്ക് വാ എന്നോട് പറയും, ഇങ്ങനെയൊക്കെയാണ് എനിക്കറിയാം. സതർത്തുഹ, അത് ഞാൻ ചെയ്തപ്പോഴേ മറച്ചു പിടിച്ചതാണ്. ഒഫർത്തുഹ, ഇന്ന് ആരും അറിയണ്ട, നമ്മൾ തമ്മിലാണ്. പുറത്തു ഫദ്ഖുലുൽ ജന്ന, വേണ്ട കഴിക്കും. അവനല്ലേ നമുക്ക് എന്ത് യോഗ്യത, എന്ത് യോഗ്യത. എന്താണ് നബി എന്ന് മുത്തനബിയോട് ചോദിച്ചു. അപ്പൊ മുത്തനബി പറഞ്ഞു, അബ്ദിനോട് പറയാം, ഉദനമിന്നെ ആരും കേൾക്കണ്ട, ഇങ്ങോട്ട് വാ. ഇപ്പൊ അള്ളാഹുവിലേക്ക് അടുക്കും. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, എനിക്കറിയാം, ആരും അറിഞ്ഞിട്ടില്ല. വിചാരിക്കണ്ട ഞാൻ അറിഞ്ഞിട്ടില്ല, എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. സതർത്തുഹ, അന്നും ഇന്നും ഞാനത് മറച്ചു പിടിച്ച് നടക്കാണ്. ഒഫർത്തുഹ, ഇപ്പോൾ ഞാനത് പൂർത്തു നിന്നു. ഫദ്ഖുൽ ജന്ന ബിഗൈരി ഹിസാബ്, ഹിസാബില്ലാതെ ആയിരിക്കും. ചിന്റെ അടിമയാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? അള്ളാഹിന്റെ മുന്നിൽ എനിക്ക് അർഹത ഉണ്ടെന്ന് പറയാൻ ആർക്ക് അവകാശം? ربي جل الله ما في قلبي غير الله على النبي صلى الله لا إله إلا الله حسبي ربي جل الله لأن العمل الذي يكون أهلا للقبول هو الذي تتوفر فيه شروط القبول. ഒരു അമൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ സ്വീകരിക്കപ്പെടാനുള്ള ഷർത്തുകളിൽ ഉണ്ടായിരിക്കണം. വഹുവ, എന്താ സ്വീകരിക്കാനുള്ള ഒരു ഷർത്ത്? അൽ ഇഖ്ലാസു, ഒന്നത് ഇഖ്ലാസാണ്. അത് നിനക്കുണ്ടോ? വഗായത്തുൽ ഹുദൂരി, നിന്റെ സാന്നിധ്യത്തിന്റെ പരമാവധിയാണ്. എന്നെങ്കിലും സാന്നിധ്യത്തിൽ ഒരു റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ടോ? ആരൊപ്പുണ്ടാകണം? അപ്പോ അല്ലാഹു അതാ ഹുദൂറും പോരാ, ഗായത്തുൽ ഹുദൂർ, പരമാവധി ഹുദൂർ. ഞാൻ ക്ലാസ് എടുക്കേണ്ട നിങ്ങളോട് ചോദിക്കല്ലേ, നിങ്ങൾ ഇവിടെ ഉണ്ടോ? നിങ്ങൾ പറഞ്ഞേ, എന്തിനാ പിന്നെ അങ്ങനെ കേൾക്കണേ? ഒരു സെക്കൻഡോട് മനസ്സിലെത്തും. എൻ്റെ റബ്ബിൻ്റെ മുന്നിൽ എന്ന് പറയാൻ നിൽക്കുന്നവനായി നിസ്കരിക്കുന്ന ആരാ നമ്മളെ കൂട്ടത്തിലുള്ളത്? ഉണ്ടെങ്കിൽ എന്തേ നിസ്കാരം പൂർത്തിയാക്കാൻ കഴിയില്ല? ഇമാമത്ത് നിർത്തി. ഇബ്നു ഉമർ തങ്ങളെ നിർബന്ധിച്ച് ഇമാമത്ത് നിർത്തി. അപ്പൊ വേറെ ആൾ കാര്യം. യൂറോപ്പിൽ നിന്ന് വൈക്കിങ്സ് വന്നൊരു ചരിത്രമുണ്ട്. വൈക്കിങ്സ് കയറി വന്നപ്പോൾ ഒരു പള്ളിയിലേക്ക് ആദ്യമായിട്ട്, ഏഷ്യയിലൊരു പള്ളിയിലാണ് കയറുന്നത്. അപ്പോൾ ഒരാൾ മുന്നിൽ, വേറൊരു പിന്നിൽ നിസ്കരിക്കുന്നുണ്ട്. അപ്പോൾ വൈക്കിങ്ങിൽപ്പെട്ട ഒരാൾ വാളും കൊണ്ടുവന്നു റുക്കുവിൽ കിടക്കുന്ന ഇമാമിൻ്റെ തല വെട്ടി. അയാൾ മറിഞ്ഞോണു. അപ്പോൾ അടുത്ത ആൾ കയറുന്നു. ഇത് ചരിത്ര. അപ്പോൾ അയാൾ കാര്യം വെട്ടി, അയാൾ മറിഞ്ഞു.
അടുത്ത ആൾ കയറുന്നു. അതായത് ഒരാൾ തലവെട്ടി കൊന്നത് വേറുള്ളവർക്ക് പ്രശ്നമല്ല, അവർക്ക് മുനാജാത്താണ്. ആരുടെ മുന്നിൽ? അള്ളാഹുവിന്റെ മുന്നിൽ. എങ്ങനെയുണ്ട്? മെഹ്റാബിലിട്ടതാ ഉമർ ഇബ്നുൽ ഖത്താബിനെ കൊത്തിയത്. നമ്മളെ കാലത്താണെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം നടക്കും. അവർ അള്ളാഹു ലയിച്ചിരിക്കുകയാണ്, അപ്പോൾ അവർക്കൊന്നും നോക്കാൻ കഴിയില്ല. അതുകൊണ്ട് കുത്തിയത്. എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ല. മെഹ്റാബിലിട്ട് കുത്തി ആരെ? അവർക്കറിയാം നിസ്കാരത്തിൽ കയറിയ ഈ ജനത പിന്നെ ഒന്നും ശ്രദ്ധിക്കൂല. അവിടെ കുത്തിയത്. മനസ്സിലായില്ലേ നിങ്ങൾ? അവര് പറയണത് നിസ്കാരം കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹ്. അപ്പൊ നമ്മളെ അവസ്ഥ എന്താ? അവര് പറഞ്ഞത് നിനക്ക് ഇബാദത്ത് ചെയ്യേണ്ട വിധത്തിൽ ഞങ്ങൾ ഇബാദത്ത് ആയിട്ടില്ല. ആര് പറഞ്ഞു? ഈ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പോലത്തെ മഹാന്മാർ പറഞ്ഞു. മുത്തനബിനെ പോലത്തെ ആളുകൾ മുത്തനബി പറഞ്ഞു. പോലത്തെ പറയല്ലോ. എന്നിട്ട് നമ്മൾ അഹങ്കരിക്കുക. ഏതായാലും 10-20 നോമ്പ് കിട്ടിക്കൊല്ലോ, കിട്ടിയെന്ന്. അയ്യേ എൻ്റെ ഓളോട് പറഞ്ഞു കിട്ടിയെന്ന്. 10-20 നോമ്പ് ഏതായാലും കിട്ടി. നമ്മൾ പറയല്ലേ കിട്ടിയോ? എനിക്ക് ഒരു നോമ്പ് കിട്ടിക്കണം. അള്ളാഹു സത്താറായതുകൊണ്ട് മലക്കൾ നോട്ടീസ് അടിക്കണില്ല. കഴിഞ്ഞല്ലോ എന്നെ ജനിച്ചിട്ട് ഒരു നോമ്പിനെ നോറ്റിട്ടുണ്ടാവും. ഒരു നോമ്പ് ജനിച്ചിട്ട് നമ്മൾ നോറ്റിട്ടുണ്ടാവില്ല. പറഞ്ഞത് മനസ്സിലായോ? പറയാം. ഈ വാക്കൊന്നും കൂടി, ഇത് ഇബ്നു അബീജി, ഇത് ഹിക്കമിൻ്റെ വാക്കാണ്. ഇസ്ലാമിക തത്വശാസ്ത്രത്തിൽ അതിൻ്റെ മേലെ ഞാൻ കിതാബില്ല. അതാണ് കിതാബുൽ ഹിക്കം. ഇന്നായി വായിച്ചത്. ബഹുമാനപ്പെട്ട ഇബ്നു അത്വാഇല്ലാഹി സിക്കന്ദരി തങ്ങളുടെ നിന്നാണ് കിതാബ്. ലോക പ്രശസ്തമാണ്. അതിൻ്റെ ഹെഡിങ് വായിക്കണം. എന്താ ഒരു ഹെഡിങ്? ലൗലാ ജമീലു സിത്തിരിഹി, അള്ളാഹു മറച്ചു പിടിക്കുക എന്ന ഒരു അഴകായ സിഫത്ത് അള്ളാഹുവിന് ഇല്ലായിരുന്നുവെങ്കിൽ ലം യകുൻ അമലുൻ, ഒരു അമലും അല്ല അഹ്ലൻ, അർഹതയുള്ളതല്ല ലിൽ ഖബൂലി, സ്വീകരിക്കപ്പെടാൻ. മനസ്സിലായില്ലേ? പിന്നെ എന്റെ അമൽ സ്വീകരിക്കപ്പെട്ടു? അള്ളാഹു ആരാണ്? സത്താറാണ്. അന്ത്യനാളിൽ മിന്നി അടുത്തു ആരും കേൾക്കണ്ട. ഫാലത്തെ കഥ വക്കഥ എൻ്റെ ഒക്കെ പൊള്ളിയ, ഒന്നുമില്ല, എടുക്കാൻ ഒന്നും എൻ്റെ കയ്യിലില്ല. തുലാസ് കണ്ട് വെച്ചാൽ അത് മുഴുവനും എന്താണ്? ഒക്കെ പൊളിയ, അതിൻ്റെ ഉള്ളിലൊന്നുമില്ല. ഇതിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്ന് വിചാരിച്ച് ഒരു റക്കായത്ത് നിസ്കരിച്ചിട്ടില്ല. 90 കൊല്ലം കുത്തിമറിഞ്ഞിട്ടുണ്ടല്ലോ. ഇതിൻ്റെ മുന്നിൽ ഗായത്തിൽ ഹുളൂറും പോരാ, ഗായത്തുൽ ഹുളൂരി, പരമാവധി സാന്നിധ്യം. മനസ്സിലായില്ല? പരമാവധി മനസ്സിലായില്ലേ? ചിന്തിക്ക്. ബെഡ്റൂമിൽ ചെന്ന് മൊബൈൽ എടുക്കുകയാണെങ്കിൽ ഭാര്യ എന്താ പറയുക? ബെഡ്റൂമിൽ ചെന്ന് പിന്നെ മൊബൈൽ എടുക്കുക. അപ്പോൾ ഭാര്യ എന്തായി? മുഖമൊക്കെ ചുളുങ്ങി. അല്ല, നിങ്ങൾക്കിപ്പം ഇപ്പോഴും മൊബൈലും കച്ചവടം കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ പോകുന്നു? നമ്മളും അങ്ങനെ തന്നെയാണ്. നമ്മൾ ചെന്നപ്പോൾ ഓക്ക് വേറെ പല സൈസ് പണിയാണ്, വേറെ പല ജാതി വർത്താനം. അവിടെ പറയുന്നു, ഇവിടെ വിളിക്കുന്നു, ഇവിടെ ചെയ്യുന്നു, അവിടെ അല്ലല്ല. ഇതൊക്കെ ഞാൻ ബെരിൻ്റെ മുമ്പ് തന്നെ ചെയ്യാലോ, എനിക്ക് ആയിട്ടില്ല എന്ന് എനിക്ക് പറഞ്ഞുകൂടായിരുന്നു. അതായത് നീ അവൾക്ക് തനിച്ചായില്ലെങ്കിൽ അവൾ നിന്നെ സ്വീകരിക്കൂല, അവൾ നിനക്ക് തനിച്ചായില്ലെങ്കിൽ നീ അവളെയും സ്വീകരിക്കൂല. അള്ളാഹു നീ ഒരിക്കലും തനിച്ചായിട്ടില്ല, എന്നിട്ടും അള്ളാഹു സ്വീകരിക്കും. എന്തുകൊണ്ട്? അവൻ അത്രയും വലിയ കരുണുള്ളവനാണ്. അവൻ്റെ റഹ്മത്താണ് ഈ കാണുക. നിങ്ങൾ എൻ്റെ കൂടെ അല്ലെങ്കിൽ ഒന്നും കൂടി പറയാം. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഇപ്പൊ ഒരു കറി പാരാൻ വേണ്ടി ഒരു നോമ്പർക്ക് കറി പാരാൻ വേണ്ടി ഒരുത്തൻ നടക്കുകയാണെങ്കിൽ ഒരുത്തൻ്റെ കറി ഒരു വിരുന്നുകാരൻ്റെ ഒരു കുട്ടി കറി പറഞ്ഞപ്പോൾ 10-15 വയസ്സായ ബാല്യക്കാരൻ, 20 വയസ്സായ ബാല്യക്കാരൻ ബാപ്പ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. നോമ്പറക്കണവർക്ക് നോമ്പറക്കാണ്, ഭക്ഷണം കൊടുക്കാൻ. അതിൻ്റെ ഇടയിൽ ഒരുത്തൻ എന്ത് ചെയ്തു? ഓൻ്റെ കറി ഒരു ഗസ്റ്റിൻ്റെ വസ്ത്രത്തിൽ കൂടി ആയാൽ അപ്പം കൊടുക്കും ബാപ്പ. ശ്രദ്ധിച്ചൂടെ? എന്താ അതിൻ്റെ അർത്ഥം? ഞാൻ അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു. അല്ല, കറി പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു. എന്താ അതിൻ്റെ അർത്ഥം? പറയങ്ങായി. എന്താ അതിൻ്റെ അർത്ഥം? ഇത് കറിയാണെന്നും അത് ഗസ്റ്റാണെന്നും ഇത് ഇവിടെ അല്ല ഒഴിക്കേണ്ടതെന്നും അറിഞ്ഞിരുന്നെങ്കിൽ ഒരു തുള്ളി
പുറത്തു പോവില്ല. ഹൃദയ സാന്നിധ്യത്തോടുകൂടിയാണെങ്കിൽ ആ ഇത് ചെയ്യണ നേരത്തെ അല്ലിട്ട് മാപ്പാനത്ത് നമ്മൾ ഓരോ നിസ്കാരത്തിനും അല്ലാഹു മലക്കുകളെ ഇറക്കി തല്ലണം. നരകത്തിലെത്തിയിട്ടൊന്നുമല്ല. നമുക്ക് നിങ്ങൾക്ക് പറയണം, ആരടാ നിസ്കരിച്ച്? പിന്നെ എന്തേ ഉള്ളൂ? അല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ് അൽ-അസീം നിസ്കരിച്ചു, എൻ്റെ ഹൃദയ സാന്നിധ്യം ക്ലിയറായിട്ടൊന്നുമില്ല, നീ എനിക്ക് തരണം. ഇതുവരെ ഒരു നോമ്പ് നോറ്റിട്ടില്ല, ഇതുവരെ ഒരു ഹജ്ജ് ചെയ്തിട്ടില്ല. ഇത്തരം ആളാണെങ്കിൽ ഹൃദയ സാന്നിധ്യം വേണമല്ലോ. ഇപ്പം അഷ്റഫ് മൗലിയർ അവിടുന്ന് എണീറ്റു. അങ്ങനെ എണീറ്റ് വന്നാട് അൻവറിനെ നോക്കിക്കൊണ്ട് വന്ന് സലാം അലൈക്കും എന്ന് പറഞ്ഞു. ഓനെ നോക്കിയാണ്ട് എനിക്ക് സലാം പറഞ്ഞാൽ ഞാൻ പിന്നെ കണ്ടമുണ്ടോ? എൻ്റെ പെണ്ണുങ്ങളെ പറ്റി ആലോചിച്ചുകൊണ്ട് അള്ളാഹു അക്ബർ പറഞ്ഞാൽ അള്ളാഹു താല അവിടുന്ന് തന്നെ മലക്കനെ പറഞ്ഞിട്ട് ഊരപ്പെട്ടി ചവിട്ടി നിൽക്കണം. കാരണം ആജാദി അമുക്കജ് ഈ പെണ്ണുങ്ങളെ പറ്റി നോക്കിക്കൊണ്ടാണ്, പെണ്ണുങ്ങളെ നോക്കിക്കൊണ്ടാണ് എന്ത് ചെയ്തത്? അള്ളാഹു അക്ബർ. അള്ളാഹുവിലേക്ക് ഇച്ച് നോക്കിയിട്ട് പറ ചെങ്ങായി ഇതുവരെ നോക്കിയില്ല. അപ്പൊ അമൽ ചെയ്യുന്ന നേരത്തെ ചവിട്ടിട്ടണം. അടിമയുടെ മോശത്തരം, കമ്മി, മാന്യതല്ലായ്മ, പരിഗണിക്കായ്മ, വിളംബം, മോശത്തരം, അരക്കൈക്ക് പറ്റായ്മ, ഇതൊക്കെ അള്ളാഹ് മറച്ചു പിടിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ലം യകുൻ അമലൻ, ഒരു അമലും അല്ല അഹ്ലല്ല ലിൽ ഖബൂലി, സ്വീകരിക്കപ്പെടാൻ. ഇമാമും അങ്ങനെ തന്നെ, മൗമും അങ്ങനെ തന്നെ. ഇമാമിനും അള്ളാഹ് പുറത്തു കൊടുക്കും. ഇമാമിനെ ചവിട്ടാൻ ഒരുങ്ങണ്ട ഈ വയൽ കേട്ടിട്ട്. മൗമും മായച്ചു അങ്ങനെ തന്നെയാണ്. ഇമാമത്ത് ആര് നിൽക്കാം? ഒരു അറബ് നാട്ടിൽ ഭംഗിയായ ഖുർആൻ ഓതി ഒരു നാട്ടിൽ നിന്ന് വന്ന ഒരു മിസ്റിൽ നിന്ന് വന്ന ഒരു ഇമാമ് ഭംഗിയായി ഖുർആൻ ഓതിയിട്ട് ഭംഗിയായി ഇമാമത്ത് നിന്നപ്പോൾ ആ നാട്ടുകാർക്ക് അയാളെ വളരെ ബോധിച്ചു. അങ്ങനെ ഒരു ചരിത്രമാണ്, 10-20 കൊല്ലം മുമ്പുണ്ടായ ഒരു സംഭവമാണ്. അങ്ങനെ അയാൾ പോയപ്പോൾ അവർ വലിയ പാരിതോഷികം കൊടുത്തു. അയാൾ തിരിച്ചു 2 വർഷം കഴിഞ്ഞ് പോയി. അയാൾക്ക് വീണ്ടും 2 മാസം നാട്ടിൽ നിന്നിട്ട് തിരിച്ചു വരാനുള്ള സമ്മതവും വിസയും ഒക്കെ കൊടുത്തു. എന്നാൽ 2 മാസം കഴിഞ്ഞിട്ട് അയാൾ തിരിച്ച് വന്നില്ല. അങ്ങനെ പലവട്ടവർ കാത്തു പ്രതീക്ഷിച്ചു, വന്നില്ല. അപ്പോൾ മിസ്റിലേക്ക് വിനോദസഞ്ചാരത്തിന് പോയ ആ ഗ്രാമത്തിൽപ്പെട്ട ഒരു അറബിയോട് മറ്റുള്ളവർ ശട്ടം കെട്ടി, നിങ്ങൾ ഈ മിസ്റിൽ പോകുന്ന സമയത്ത് ഈ ഗ്രാമത്തിൽ നിന്ന് പോയി നമ്മുടെ ഇമാമിനെ ഒന്ന് അന്വേഷിക്കണം, അയാളോട് ഒന്നും കൂടി പറയണം, നല്ല ഇമാമ. അങ്ങനെ അവിടെ ചെന്ന് നോക്കുമ്പോൾ അയാൾ മുസ്ലിം എന്നല്ല. കാരണം അറബി അറിഞ്ഞാൽ മതിയല്ലോ, നിങ്ങളിൻ്റെ കൂടെ അല്ല. അയാൾക്ക് ഓതാൻ അറിയും, അറബി അറിയുന്നവർക്കൊക്കെ ഓതാത്തെ ജീവിതം ഓടിക്കാലോ. അപ്പോൾ ഓതാൻ അറിയും. ഇയാൾ ആരെന്നല്ല, മുസ്ലിം എന്നല്ല. അതൊക്കെ പറഞ്ഞാൽ മതിയല്ലോ, അതല്ലേ ഇപ്പം ഇമാമിൻ്റെ പണി. അതൊക്കെ അയാൾക്കറിയും, അയാൾ അറബി അറിയുന്ന ആളാണ്. ഇതന്നല്ലേ നമ്മൾ മുസ്ലിമായിട്ടുണ്ട്. പക്ഷേ മനസ്സിലായില്ല, അപ്പം ഒരു യോഗ്യതയില്ല, ഒന്നുമില്ല. ഒരാളെ അമൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ ഇഖ്ലാസ് വേണം, ഇഖ്ലാസ് പരമാവധി വേണം. പിന്നെ എന്ത് വേണം? സിറുൽ ഇഖ്ലാസ്, ഇഖ്ലാസ് എന്ന രഹസ്യം. അത് രഹസ്യ, ആരും തമ്മിലുള്ള, അള്ളാഹുവും അടിമയും തമ്മിലുള്ള രഹസ്യമാണ് ഇഖ്ലാസ്. അത് നമുക്കില്ല. പിന്നെ ആയത്തുൽ ഹുദൂരി, പരമാവധി ഹൃദയ സാന്നിധ്യം വേണം, അതും ഇല്ല. പിന്നെന്താണ്? അള്ളാഹു താല തൗഫീഖ് തരട്ടെ. ഓക്കെ, അള്ളാഹു താല നമ്മളെ നന്നാക്കട്ടെ. അള്ളാഹു നമുക്ക് മാപ്പ് ചെയ്യട്ടെ. അള്ളാഹ് മാപ്പ് ചെയ്യട്ടെ. അപ്പം നമ്മളെന്തായി അള്ളാഹിനെ മനസ്സിലാക്കി. എന്നെ ഒന്നിനും പറ്റൂല, ഒന്നിനും പറ്റൂല, ഇന്നൊന്നിനും പറ്റൂല, ഇന്നൊന്നിനും പറ്റൂല, എന്നെ ഇന്നൊന്നിനും പറ്റൂല. എന്ന് അത് അള്ളാഹുവിനോട് പറഞ്ഞു, ഒന്നിനും പറ്റൂല, ഞാൻ യോഗ്യനല്ല, അയോഗ്യനാണ്. അപ്പം നീ ആരറിഞ്ഞോ അള്ളാഹിൻ്റെ വൽപ്പത്തരത്തിൻ്റെ അല്പമെങ്കിലും നിന്റെ കൽബിലേക്ക് വന്നു തന്നെ. അല്ലാഹ് 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 അല്ലാഹു അല്ലാഹു
فلولا أن الله سبحانه وتعالى تفضل علينا بجميل ستره فغطى مساوينا بجلال لطفه وبره ما كان عمل أهلا للقبول أصلا. അള്ളാഹു നമ്മളെ ആരും കാണാതെ അവൻ്റെ ലുത്ഫ് കൊണ്ട് മൂടി. അപ്പം എന്താ ചെയ്യേണ്ടത്? ദുആ. ഇനി ബാക്കിയുള്ളത് അവസാനിപ്പിക്കുകയാണ്. നോമ്പിൻ്റെ യാഥാർത്ഥ്യം ദുആയാണ്, നിസ്കാരത്തിൻ്റെ യാഥാർത്ഥ്യം ദുആയാണ്. കഴിഞ്ഞ ആഴ്ച ക്ലാസ്സിൽ വന്ന ഒരാൾ ഈ ആഴ്ച ഉംറക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഉംറക്കുള്ള യാത്രക്കിടയിൽ അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ ജിദ്ദയിൽ ഇറങ്ങി, ഉസ്താദേ എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യേണ്ടതുണ്ടോ? ഞാനവനോട് പറഞ്ഞു, എനിക്ക് കിട്ടുന്ന വിവരം ഞാനവനോട് പറഞ്ഞു, ഇതൊന്നും ചെയ്യണ്ട, ദ്വാരനാളാ, മുഴുവൻ ദ്വാര, ഫുൾ ടൈം ദ്വാരനാളാ, ദ്വാർക്ക് തന്നെ, ദ്വാ നിർത്തണ്ട. അല്ലാ എനിക്കൊന്നും ഓതാൻ അറിയില്ല, ഓതുമ്പോഴും പറയാം എനിക്ക് ഓതാൻ അറിയില്ല, എൻ്റെ ഓത്ത് തെറ്റാവും, ജിമാപ്പാക്കണം. നിസ്കരിക്കുമ്പോൾ പറയാം പഠിച്ചോനെ എൻ്റെ നിസ്കാരം തെറ്റാവും, ജിമാപ്പാക്കണം. ദ്വാൻ്റെ അവസാനം പറയാം റബ്ബേ ഇങ്ങനെയൊന്നും അല്ലാതെ പറയാൻ ഞങ്ങൾക്ക് അറിയില്ല, ജിമാപ്പാക്കണം. അത്രയും വലിയവനാണ്. ആരാണവൻ? هو الغفور الودود ذو العرش المجيد فعال لما يريد. അവൻ നിനക്കേറെ പുറത്തു തരുന്നവനാണ്. വൽ വദൂദ്, ഏറെ സ്നേഹിയാണ്. പിന്നെ അപ്പം നിങ്ങൾ വിചാരിച്ചു ഓ അങ്ങനെയൊക്കെയാണല്ലേ? അപ്പോൾ പറഞ്ഞു എനിക്ക് പുറത്ത് തരുന്നുണ്ടെന്ന് വിചാരിച്ച് ഓൻ ആരാന്ന് വിചാരിച്ച് ഓഹോ അതുൽ അർശ്, അവൻ അർശിൻ്റെ ഉടമക്കാരനാണ്. പേടി മനസ്സിലായില്ലേ? ചിന്തിക്ക്. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായോ? ഞാൻ അവസാനിപ്പിക്കുകയാണ്. ചിന്തിക്കണം. അപ്പോൾ ഈ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ഒരു അബദ്ധം ചെയ്തു. അപ്പോൾ എന്നോട് പറഞ്ഞു മാപ്പാക്കണം ഉസ്താദേ. അപ്പം ഞാൻ മാപ്പാക്കിയാണ്. എന്തുകൊണ്ടറിയോ? ഓൻ വലിയ കായ്ക്കാരനാണ്, പൈസക്കാരനാണ്. എന്നല്ലെങ്കിൽ നാളെ അവനോട് ചിന്തിക്കും ദാറുൽ ഖുർആനിലേക്ക് ബിൽഡിംഗ് ഫണ്ടിക്ക് 10 ലക്ഷം കൊണ്ടാന്ന് പറയാം. അപ്പോൾ പറഞ്ഞ അതൊക്കെ സർവ്വസാധാരണയല്ലേ, കാരണം ഞാൻ ഓനേക്കാൾ താഴെയുള്ളവനാണ്, എനിക്ക് 10 ലക്ഷം എടുക്കാനില്ല. അപ്പം ഞാൻ അവന് മാപ്പ് ചെയ്യൽ സ്വാഭാവികമാണ്. മനസ്സിലായില്ലേ? അവരൊക്കെ നമ്മൾ മാപ്പ് ചെയ്യണമെങ്കിൽ ഒരു ന്യായം ഉണ്ടാവും, ഇല്ലെങ്കിൽ പിന്നെ എൻ്റെ ന്യായം എന്താ? നിങ്ങൾ എനിക്ക് മാപ്പ് ചെയ്യണമെങ്കിൽ ഒരൊറ്റ ന്യായമുള്ളൂ. ഒന്നിരിക്കൽ ഞാൻ വലിയ പൈസക്കാരനാവും, അല്ലെങ്കിലോ വലിയ അധികാരിയോ, അല്ലെങ്കിലോ ഇനി മൂന്നാമത്തെ ന്യായം എന്ത്? പടച്ചോൻ്റെ പൊരുത്തം വേറല്ല, അവിടെയും പടച്ചോനാണ്. മനസ്സിലായില്ലേ? ഭൗതിക രംഗം മൊത്തം അങ്ങനെയാണ്. വഹുവൽ ഗഫൂർ, അവൻ ഏറെ പൊറുക്കുന്നവനാണ്. വഹുവൽ ഗഫൂറുൽ വദൂദ്, വഹുവൽ ഗഫൂറുൽ വദൂദ് ദുൽ അർശിൽ മജീദ് ഫഅലുൽ ലിമാ യുരീദ് ഹൽ അതാക ഹദീസുൽ ജുനൂദി ഫിർഔന വസമൂദ്. ഈ ആയത്തിന്റെ ശൈലി ഉണ്ടോ? നിങ്ങൾ ഇങ്ങോട്ട് നോക്കിട്ടാ, ഈമ വെട്ടരുത്. വഹുവ, നിന്റെ നാഥൻ അൽ ഗഫൂർ, ഏറെ പൊറുക്കുന്നവനാണ്. അൽ വദൂദ്, ഏറെ സ്നേഹിയാണ്. എന്നിട്ട് അവൻ പുറത്തു തരികയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ ഇജ്ജ് വിചാരിക്കുന്നുണ്ടോ ഓനൊന്നല്ല? ദുൽ അർശ്, അവൻ അർശിൻ്റെ അധിപതിയാണ്. പിന്നെ അവൻ ആരാ? ഫഅലുൽ ലിമാ യുരീദ്, എന്ത് തോന്നിയാലും ചെയ്യാൻ കഴിയണോനാ. എന്നെ ഓടിച്ച് മുറിച്ച് നരകത്തിനിടാനും കഴിയണോനാണ്. ഹൽ അതാക ഹദീസുൽ ജുനൂദ്, പട്ടാളക്കൂട്ടത്തിന് എത്തിയ വിവരം എനിക്ക് അറിയില്ലേ? ഫിർഔന വസമൂദ്, ഫറോവയുടെയും സമൂദിന്റെയും ഒക്കെ കൂട്ടങ്ങൾക്ക് എത്തിയത് നിനക്കറിയില്ലേ? എന്തേ ചെയ്തത്? ആ ആളാണ് ഇപ്പൊ നിനക്ക് പുറത്തേറുന്നത്. അപ്പൊ ഈ മുട്ടിന് വീണു. ആ ആയത്തിന് 2 കോലാണ്, 2 പാർട്ടാണ്. ഒന്ന്, അവൻ നിനക്ക് പുറത്തു തന്നു, അവൻ നിന്നെ സ്നേഹിച്ചു. ഒരുത്തിനെ ആരും കിട്ടൂല, കൊന്തറമ്പല്ല. അങ്ങനത്തെ ഒരുത്തിനെ ഈ കിട്ടിയാൽ എൻ്റെ കാലം എപ്പോഴും ഒരു കാലം മേലക്കും. എന്തുകൊണ്ട് എന്നെന്നും ഒരാളും കെട്ടൂല. പിന്നെ എൻ്റെ ഉസ്താദിൻ്റെ മകളായതുകൊണ്ട് എൻ്റെ ബാപ്പ പണ്ട് എൻ്റെ ബാപ്പാക്ക് ഒരു ഉപകാരം ചെയ്തു, അതുകൊണ്ട് കെട്ടിയതാ. അല്ലെങ്കിൽ എന്നെന്നും ഒരു മനുഷ്യൻ കിട്ടൂല. അതേ സമയത്ത് സൽമാൻ രാജാവിൻ്റെ മകളെ കെട്ടിയാലോ?
ഓളെപ്പോഴും ഒരു കാലം മേലക്കും. ഇജർക്കും ചായ വെള്ളം എന്താ കൊണ്ടുവരുന്നത് അങ്ങോട്ടേക്ക്. ഓളായിക്കോട്ടെ, എനിക്ക് മൂപ്പര് മതിയെന്ന് സൽമാൻ രാജാവിൻ്റെ മകൾ പറഞ്ഞാൽ എന്താ അതിനർത്ഥം? ഓളാരാ? അങ്ങനെ എനിക്ക് നിന്നോട് ചങ്ങായിത്തം കൂടുന്നത് റബ്ബാണ്, നിന്നെ സ്നേഹിക്കണ റബ്ബാ. ആ റബ്ബ് ആരാന്ന് വിചാരിച്ചവന് വേറെ ആളെ കിട്ടാഞ്ഞിട്ടാ? അവൻ ആരാണ്? അവൻ ആരാ? ദുൽ അർശാം, അർശിൻ്റെ അധിപതിയാണ്. പിന്നെ അവൻ ആരാ? ഫഅലുൽ ലിമാ അൽ മജീദ്, ഏറെ വളർമ്മയുള്ളവനാ. ഫഅലുൽ ലിമാ യുരീദ്, അവൻ എന്തുദ്ദേശിച്ചാലും ചെയ്യാൻ കഴിയുന്നവനാണ് അവൻ. കഴിഞ്ഞ അറിയില്ലേ വലിയ വലിയ ഫിറഔന്റെ പട്ടാളത്തിനെ ചാവുട്ടിക്കുട്ടിയെ നിനക്ക് ഓർമ്മല്ലേ? അങ്ങനത്തെ ആളാണ് നിന്നെ സ്നേഹിക്കുന്നത്. അപ്പയും മനസ്സിലായില്ലേ? ചിന്തിക്ക്. നമ്മളിപ്പോ സൽമാൻ രാജാവിന്റെ മകളെങ്ങാനും കിട്ടിയാൽ ഓരോ ദിവസം നമുക്ക് പേടിയുണ്ടാവും. എന്ത് നിങ്ങളെ എനിക്ക് പറ്റൂല എന്നെങ്ങാനോട് പറഞ്ഞാലോ? അപ്പൊ ഏത് മുട്ടുകാലും നമ്മൾ വീഴും. അതേ സമയത്ത് ഒരു കൊന്ത്രമ്പല്ലത്തിനെയാണ് കിട്ടിയെങ്കിലോ? നിങ്ങളോടാണല്ലോ ഇത് പറഞ്ഞത്. പച്ച മലയാളം ഞാൻ തന്നെ വ്യാഖ്യാനിച്ചേർന്ന് പറഞ്ഞാൽ ചിന്തിക്കും. പറഞ്ഞ മനസ്സിലായോ? ചിന്തിക്ക്. അവൻ ആര്? അല്ലാഹു. ഓവൽ ഗഫൂർ, അവനേറെ പൊറുക്കുന്നു. അൽ വദൂദ്, ഏറെ 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 നീ രണ്ട് ഭാഷയിലുണ്ട്. മനസ്സിലായില്ല? ഗാഫിർ പൊറുക്കുന്നവൻ, ഗഫൂർ ഏറെ പൊറുക്കുന്നവൻ, ളാരിബ് അടിക്കുന്നവൻ, ലറൂബ് വല്ലാതെ അടിക്കുന്നവൻ, അഖിൽ തിന്നുന്നവൻ, അഖൂൽ പേരിന്തീറ്റക്കാരൻ, റബ്ബായി, ഒഫൂർ. പറ, നമ്മൾ പറയാം ഒഫൂറ ഒഫൂറ എന്ന് പറയുന്നത്. അത് ഒഫൂറല്ല, അത് അബ്ദുൽ ഒഫൂറ. പിന്നെ നമ്മൾ സൗകര്യത്തിന് ഒഫൂറോ ഓഫൂറോ അല്ല. മനസ്സിലായില്ല? ഇന്ന് നമ്മൾ ചിലവരെയൊക്കെ ഒഫൂറ എന്നറിയും. ഓൻ ആരല്ല? ഒഫൂർ പോയിട്ട് ആരല്ല, ഗാഫിറല്ല. പണ്ടവനോട് എങ്ങനെയോ നമ്മൾ നാലല്ലേ എല്ലാവരും കൂടി മാവേലി സ്റ്റോറിൽ നിന്നപ്പോൾ നമ്മൾ അറിയാതെ കാല് ചവിട്ടി പോയിട്ടുണ്ട്. ഇപ്പോഴും നാലാൾ കൂടി എടുത്ത് പറയും, ഒന്നാ പണ്ട് ചേർപ്പിട്ടിന്റെ കാല് ചവിട്ടിയാണ് ആജാദിപന. അപ്പൊ പിന്നെ ഓഫൂർ പോയിട്ട് ആരല്ല, ഗാഫിറേ അല്ല. അപ്പൊ പിന്നെ അത് നമ്മളെ സൗകര്യത്തിന് വിളിച്ചേ ഉള്ളൂ. ഇത് അവനല്ല, അവൻ ഓഫൂർ തന്നെയാ, അവൻ വധു തന്നെയാ. എന്താ വധൂതിന്റെ അർത്ഥം? പറ, ഏറെ സ്നേഹിക്കുന്നവൻ. അതേ സമയത്ത് അവൻ ആരാ? ദുൽ അർശ്, അർശിന്റെ അധിപതിയാണ്. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് വരെ എന്നെ സ്നേഹിച്ചാലും നാലാള് കാണുന്നിടത്തൊക്കെ എന്ത് പറയും? ഞാൻ ഇങ്ങനെ ഞെളിയമ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ എങ്ങായ ആ പ്രസിഡന്റ് മിക്കവാറും അവിശ്വാസ പ്രമേയത്തിൽ അടുത്ത ആഴ്ച പുറത്താക്കുള്ളതാവും. എന്നാലും പറയും XMLന്റെ എങ്ങായാണ്. ഇതാ XMLന്റെ എങ്ങായാന്ന് നാടാകെ പറഞ്ഞവൻ ബനാരാ? വഹുവൽ ഗഫൂറുൽ വദൂദ് ദുൽ അർശിൽ മജീദ്. ചിന്തിക്കണം, അത്രയും വലിയവനാണ് ആര്? അല്ലാഹു. ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ഈ ലാസ്റ്റ് ഒരാഴ്ച 10 ദിവസമേ ഉള്ളൂ അവൻ്റെ മുന്നിൽ നമ്മൾ കരഞ്ഞു വീഴണം. അവനോട് നമ്മൾ ദുആ ഇറക്കണം. ദുആയേക്കാൾ വലിയൊരു ഇബാദത്ത് ഈ ആഴ്ച ഇല്ല. ദുആ ചെയ്യണമെങ്കിൽ നിന്റെ നിസ്സാരത്വം നിനക്ക് ബോധ്യപ്പെടണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ചിന്തിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവിൻ്റെ മുന്നിൽ തൻ്റെ നിസ്സാരത്വത്തെ ബോധ്യപ്പെടുത്തുക. തന്നെ ഇബാദത്ത്. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار ബൽആലമീൻ. നോമ്പ് തുറന്നിട്ട് ഇതുവരെ ഞങ്ങൾ നോമ്പുകാരാണ് എന്നൊരു ദിക്ർ നമ്മൾ ചൊല്ലിയില്ല. എന്തൊക്കെയല്ലേ അത്? അല്ലാഹുമ്മർഹംനി. നമ്മൾ നോമ്പല്ല, നമുക്ക് കരുണ ചെയ്യണം. അല്ലാഹുമ്മഗ്ഫിർ, നോമ്പിനെ പറ്റി പറഞ്ഞില്ല. അല്ലാഹുമ്മഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. ഇനി എന്താ? ഇനി നമ്മൾ നോമ്പിനെ പറ്റി പറയുന്നില്ല. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ യാ റബ്ബൽ ആലമീൻ. പിന്നെയും പറയണില്ല. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. الله നമുക്ക് നാഫിയ ഇൽമിനെ തരട്ടെ.
അള്ളാഹുവിൻ്റെ വൽപ്പത്തരം മനസ്സിലാക്കലാണ് ഇബാദത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അള്ളാഹുവിൻ്റെ വൽപ്പത്തരം മനസ്സിലാക്കിയാൽ നീ പരമാവധി അള്ളാഹുവിനെ ചെയ്യും, താഴ്മ ചെയ്യും, നിസ്സാരത്വത്തിൽ വീഴും. അതന്നെ ഇബാദത്ത്. ഇബാദത്ത് എന്നാൽ എന്താണ്? നിൽക്കലോ ഇരിക്കലോ കിടക്കലോ പട്ടിണി കിടക്കലോ അല്ല. അക്സായത്തിൽ ഹുളൂഇ വതദല്ലുൽ, വിനയത്തിൻ്റെയും നിസ്സാരത്വത്തിൻ്റെയും അറ്റത്തിൻ്റെ അങ്ങേ അറ്റത്തിനാണ് ഇബാദത്ത് എന്ന് പറയാം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. യഥാർത്ഥ സ്വാലിഹീങ്ങളിലും മുത്തഖീങ്ങളിലും അള്ളാഹു നമ്മെ ചേർത്ത് തരട്ടെ. ഇലാ ഹദ്റത്തിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ.